എന്തുപറ്റി? ഈ ആഴ്ച മുഴുവൻ ജോലി ചെയ്തെങ്കിലും അതിൻ്റെ കൂലി അയാൾ തന്നില്ല. തരാനുള്ള പലരോടും ചോദിച്ചു. നിന്റെയും ദൈവകുമാരൻ്റെയും കാര്യം ഓർക്കുമ്പോൾ അതോർത്ത് വിഷമിക്കേണ്ട. നമുക്ക് കർത്താവിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കാം. രാജാതിരാജനായ കർത്താവിന് ഭൂമിയിൽ സിംഹാസനം നിർമ്മിക്കുന്ന മഹത്തായ ജോലിയിലാണ് ഞാൻ. നമ്മുടെ ഈശോ നല്ല ഉടുപ്പിട്ട് ഓടിക്കളിച്ച് നടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയായിരിക്കും. ഈശോയ്ക്കുള്ള ഉടുപ്പ് തയ്യാറായി. നമുക്ക് ഈശോയുടെ അരികിൽ പോകാം. ഉടുപ്പ് അവനെ അണിയിക്കാം. അതാ വരുന്ന ബാലനെ കണ്ടോ? അത് ജോസഫിന്റെ മകനാണ്. എന്തൊരു ഐശ്വര്യമാണ്! അതെ അതെ, എന്ത് സൗന്ദര്യവും തേജസ്സുമാണ് ആ മുഖത്ത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ തോന്നുന്നു. ജോസഫ് ഒരു ഭാഗ്യവാൻ തന്നെ. ഇന്ന് വളരെ പ്രശാന്തമായ അന്തരീക്ഷമാണല്ലോ. നിന്റെ പേരെന്താ? ഈശോ. ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. വന്നോളൂ. അങ്ങ് നോക്കൂ, അതാ എന്റെ സ്വർഗീയ പിതാവിന്റെ ഭവനം. എന്റെ കൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും നന്ദി. ഞാനിനി എൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ. അതാണ് എൻ്റെ വീട്. അപ്പാ, ഇതാണോ വേണ്ടത്? അതെ, ഇത് തന്നെയാണ്. ഇതായിരുന്നെന്ന് നിനക്കെങ്ങനെ അറിയാം? ഓ, ദൈവപുത്രനായ നിനക്ക് ഏത് കാര്യമാണ് അറിയാൻ പാടില്ലാത്തത് അല്ലേ? എൻ്റെ ഈശോയെ, നിന്റെ അടുത്തായിരിക്കുമ്പോഴുള്ള അത്യധികമായ ആനന്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ കരുതി വച്ചിരിക്കുന്ന അളവറ്റ സന്തോഷത്തിൻ്റെ മുന്നാസ്വാദനം മാത്രമാണിത്. ജോസഫ്, നസ്രത്തിലേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ കൽപ്പിച്ച ഹെറോദേസ് മരിച്ചു കഴിഞ്ഞു. ഭേദം ആ ഹെറോദേസ് തന്നെയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കൽപ്പനകൾ പ്രജകളെ കൂടുതൽ കഷ്ടത്തിലാക്കുന്നു. അയാൾ മോശമല്ലായിരുന്നു. 2 വയസ്സ് താഴെയുള്ള എത്രയെത്ര കുഞ്ഞുങ്ങളെയാണ് അയാൾ കൊന്നൊടുക്കിയത്. രാജാവ് തട്ടിപ്പോയി, ശരി തന്നെ. പക്ഷേ ആ പരമ്പരയിലുള്ള ആളല്ലേ അധികാരമേറ്റിരിക്കുന്നത്? ജെറുസലേമിൽ ഇപ്പോൾ ഭരിക്കുന്നത് ആരെന്നാണ് പറഞ്ഞത്? അർക്കലാവോസ്, ഹെറോദോസിന്റെ
ഇളയ മോനാണ് കക്ഷി. അധർമ്മിയായ അർക്കലാവൂസ് പിതാവായ ഹെറോദേസ് നിർദ്ദേശിച്ച പോലെ ഈശോയെ വധിക്കാൻ ശ്രമിക്കുമോ? ജോസഫേ, നിന്നെക്കുറിച്ച് ആളുകൾ പലതും പറയുന്നുണ്ടല്ലോ. സത്യമാണോ? എന്താണ് പറയുന്നത്? നീ സുഖമില്ലാതെ കിടക്കുന്നവരുടെ വീടുകളിൽ പോകാറുണ്ടല്ലോ. എന്നാൽ ഇനി അത് വേണ്ട. എന്താ അങ്ങനെ പറഞ്ഞത്? നീ ആരെങ്കിലും നോക്കിപ്പോയാൽ അവരുടെ മരണം ഉറപ്പാണ്. എന്നാൽ പിന്നെ നീ പോകാതിരുന്നാൽ പോരെ? അവർ കുറച്ചു കാലം കൂടി ജീവിച്ചോട്ടെ. അങ്ങനെയല്ല. മരിക്കാറായവരെ കണ്ട് പ്രാർത്ഥിക്കാനാണ് ഞാൻ പോകുന്നത്. അതെൻ്റെ കടമയാണ്, ദൈവഹിതവും. മരിക്കാറായവർക്ക് വേണ്ടി എന്തിനാടോ പ്രാർത്ഥിക്കുന്നത്? ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കേണ്ടത്? നോക്കൂ, ഈ ലോകത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്. അവിടെ അവർ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ജീവിതം? നീ എന്നെ വിഡ്ഢിയാക്കുകയാണോ? അയ്യോ, എനിക്ക് നിന്റെ സഹായം വേണ്ട. അയ്യോ. നീ വലിയ മരപ്പണിക്കാരനാണെന്നാണല്ലോ എല്ലാരും പറയുന്നത്. എന്നിട്ടിങ്ങനെയാണോ കസേര പണിയുന്നത്? അയ്യോ, അത് പൊട്ടിയ കസേരയാണ്. ഞാൻ പണിതതല്ല, ഒരാൾ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്നാൽ പിന്നെ തനിക്കിത് നന്നാക്കിയിടാൻ പാടില്ല. മനുഷ്യനെ കൊല്ലാൻ. അതിപ്പോൾ കൊണ്ടുവന്നതാണ്, നന്നാക്കാൻ പോകുന്നതേ ഉള്ളൂ.